ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് 9 മാസം പിന്നിടുന്നു. ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പുറമെ സ്വന്തം രാജ്യത്തും തങ്ങളുടെ താൽപര്യങ്ങൾ ഇസ്രായേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തീവ്ര യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരേതി ശശയ്യ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ അരങ്ങേറുന്നത്. ഇതിനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിട്ട് മാസങ്ങളായി. അതിനിടെ പല വലിയ പ്രതിഷേധങ്ങളും രാജ്യത്തുണ്ടായി. അതെല്ലാം മറികടന്ന് നെതന്യാഹു സർക്കാർ വീണ്ടും നിർബന്ധിത റിക്രൂട്ട്മെന്റിന് ഒരുങ്ങവേ ജെറുസലേമിൽ 10,000-കണക്കിന് വിശ്വാസികളാണ് പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് വന്നത്. ഇവരാകട്ടെ ഭവന മന്ത്രി യിൽസ ഗോൾനോഫിന്റെ കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും കല്ലേറ് നടത്തുകയും തെരുവിൽ തീയിടുകയും ഉണ്ടായി. ഇതോടെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസും രംഗത്തെത്തി. 60,000-ഓളം മതവിദ്യാർത്ഥികളെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുന്നതാണ് തീവ്ര ജൂത വിഭാഗമായ ഹരേതികളുടെ എതിർപ്പിന് കാരണം. എതിർപ്പ് ശക്തമായതോടെ നേരത്തെ ഇത് മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഗസയിൽ അധിനിവേശ സേന നരനായാട്ട് തുടരുന്നതിനിടെ നിർബന്ധിത സൈനിക വൃത്തി നടപ്പാക്കാൻ സർക്കാർ വീണ്ടും ശ്രമം തുടങ്ങിയതാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം. അൾട്രാ ഓർത്തഡോക്സ് ഹരേതി യശയ്യ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 26 വയസ്സ് വരെ നിർബന്ധിത സൈനിക വൃത്തിയിൽ നിന്ന് ഇളവുണ്ട്. എന്നാൽ ഇത് 21 കുറയ്ക്കുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണച്ചതാണ് മന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിന് വഴിതെളിച്ചത്. ഞങ്ങൾ ശത്രു സൈന്യത്തിൽ ചേരില്ല, ഞങ്ങൾ മരിച്ചാലും സൈന്യത്തിൽ ചേരില്ല എന്നിങ്ങനെയുള്ള ബോർഡുകളുമായാണ് പ്രതിഷേധക്കാർ അണിനിരന്നത്. അൾട്രാ ഓർത്തഡോക്സ് യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി തലവനായ ഗോൾഡ്നോഫ് ജെറുസലേമിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പ്രതിഷേധക്കാർ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. പ്രകടനക്കാർ മന്ത്രിയുടെ കാറിന് നേരെ കല്ലെറിയുകയും വാഹനം തല്ലി തകർക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ UDG നേതാവും മന്ത്രിയുമായ യാക്കവ് ലിറ്റ്സ്മാനെയും പ്രതിഷേധക്കാർ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് തകർത്തു. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ജലപീരങ്കിയടക്കം പ്രയോഗിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമായി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് 2 പേരെയും കല്ലെറിഞ്ഞതിന് 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈന്യത്തിലെ ആൾക്ഷാമമാണ് ഇസ്രായേൽ സർക്കാർ മതവിദ്യാർത്ഥികളെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുന്നതിന് പിന്നിൽ. പരിശീലനം നൽകി 1 വർഷത്തിനുള്ളിൽ ഇവരെ സൈന്യത്തിൽ ചേർക്കും. മതപാഠശാലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകും. പ്രാരംഭ പരിശീലനം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ മതപഠന കേന്ദ്രത്തിൽ മാസത്തിലൊരിക്കൽ 2 പരിശീലന സെഷനുകൾ സംഘടിപ്പിക്കും. അതിനുശേഷം ഇവർ സൈന്യത്തിനോടൊപ്പം ചേരും. ഇങ്ങനെയായിരുന്നു സർക്കാരിന്റെ റിക്രൂട്ട്മെന്റ് ആസൂത്രണം. ഇത്തരത്തിൽ 1400 പേരെയാണ് സൈന്യത്തിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ച നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് മുതിർന്ന ജൂത പുരോഹിതൻ സെഫാർഡിക് റബ്ബി യിൽസാക് യോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ കോളിളക്കം രാജ്യത്ത് സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിനിടെ നിരവധി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 10,000-കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ നല്ലൊരു ശതമാനം പേർക്കും ഗുരുതര വൈകല്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ മാനസിക പ്രശ്നങ്ങളും പല സൈനികരെയും അലട്ടുന്നുണ്ട്. ഇതിനിടയിലാണ് സർക്കാർ കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈനിക സേവനത്തിൽ നിന്ന് മതപഠന വിദ്യാർത്ഥികൾക്കുള്ള ഇളവ് നിർത്തലാക്കാനുള്ള പദ്ധതിക്കെതിരെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർക്കിടയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്.